أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ മുല്ലപ്പൂ മക്കളെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എന്തില്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എല്ലാവരും ഭംഗിയായി നന്നായി ഉത്തരമെഴുതിയല്ലോ. എഴുതിയിട്ടുണ്ട്. നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ എല്ലാവരും. 300 അതെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. അങ്ങനെ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് എല്ലാവരും. നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങൾ. അല്ലാഹു തആല ഇനിയും നിങ്ങളെ എല്ലാ സമയത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് പുതിയൊരു പുസ്തകം പഠിച്ചു തുടങ്ങാനുണ്ട്. പുതിയ കിതാബ് എല്ലാവരും വാങ്ങിയല്ലോ. നാം ആദ്യം പഠിച്ച തഫ്ഹീമുൽ ഖിറാഅയുടെ 2ാം ഭാഗം, അത് നമുക്ക് പഠിക്കണം. നേരത്തെ കുറെ അക്ഷരങ്ങൾ നാം പഠിച്ചു. അലിഫ് പഠിച്ചു, ബാ പഠിച്ചു, താ പഠിച്ചു, ജീം പഠിച്ചു, ദാൽ പഠിച്ചു, റാ പഠിച്ചു. ഇങ്ങനെ കുറെ അക്ഷരങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങൾ കൂടി പഠിക്കണം. പുതിയ പുസ്തകത്തിൽ ആ അക്ഷരങ്ങളെല്ലാം ഉണ്ട്. നല്ല ചിത്രങ്ങളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. പുതിയ പുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ നാം പഠിച്ച അക്ഷരങ്ങൾ, അലിഫ് മുതൽ കുറെ അക്ഷരങ്ങൾ നാം പഠിച്ചു. ആ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം എഴുതേണ്ടത്, നടുവിൽ എഴുതേണ്ടത്, അവസാനം എഴുതേണ്ടത്, എല്ലാ അക്ഷരങ്ങളും നമുക്ക് ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠപുസ്തകത്തിലെ പുതിയ അക്ഷരങ്ങൾ എഴുതി പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. കഴിഞ്ഞ ദിവസം പഠിച്ച പാഠത്തിലെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. എല്ലാ മക്കളും പാഠപുസ്തകം എടുത്താട്ടെ. ദൂലാബ് എന്ന പാഠം എടുത്തോ? കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്തിന്റെ തൊട്ടടുത്ത പേജ് കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടല്ലോ. ഈ പേജ് എടുക്കുക എല്ലാവരും. അതിൽ ഇടതുഭാഗത്ത് കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലതുഭാഗത്ത് കുറെ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാക്കുകൾ മുഴുവനായിട്ട് എഴുതിയിട്ടില്ല. ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ആ പേജിന്റെ മുകൾ ഭാഗത്തുണ്ട്. നമുക്കതൊന്ന് ചേർത്ത് നോക്കിയാലോ? ചേർത്ത് നോക്കാം. ഒന്നാമത്തെ ചിത്രം ഏതാണ്? ആര് പറയും? ഏറ്റവും മുകളിൽ കാണുന്ന ചിത്രം
കൈ യത് അതെ, ഏതാണ്? യത്, കൈ. അവിടെ ഏതക്ഷരം മാത്രമേ ഉള്ളൂ? ദാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ മുമ്പിൽ ചേർക്കേണ്ട അക്ഷരം ഏതാണ്? ദ യത് എന്ന് പറയുമ്പോൾ ദാൽ അവിടെ ഉണ്ട്. പിന്നെ ഏതക്ഷരമാണ് വിട്ടുപോയത്? യാ. യാ മുകളിൽ ഉണ്ടോ? അത് ഉണ്ട്. ഉണ്ട്. എന്നാൽ നമുക്ക് ആ യാ ചേർത്തൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെയാണ് പുസ്തകത്തിലുള്ളത്, അല്ലേ? ഇതിന്റെ മുമ്പിൽ നമുക്ക് യാ ചേർത്ത് കൊടുക്കണം. എങ്ങനെ ചേർക്കും? ഇതുപോലെ. കണ്ടല്ലോ, ഇപ്പോൾ എന്തായി മാറി? യത് യത് എന്നായി മാറി. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിന്റെ താഴെയുള്ള ചിത്രം ഏതാണ്? ആര് പറയും? ഞാൻ അതെ, പറയും. ഹജം, ഹജ്ജും കപ്പ്. അവിടെ വിട്ടുപോയ അക്ഷരം ഏതാകുന്നു? ഹ അതെ, ഹ. ജീമും മീമും അവിടെയുണ്ട്. അവിടെയുള്ളത് നമുക്ക് ആദ്യമായി എഴുതി നോക്കാം. ഇങ്ങനെ അവിടെ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അതിന്റെ മുമ്പിൽ വിട്ടുപോയ അക്ഷരം ഏതാകുന്നു? ഹ. ഹ അത് മുകളിലുണ്ടോ? ഇല്ല, ഉണ്ട്. ഉണ്ട്. എന്നാൽ ആ ഹ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം, ഇതുപോലെ. കണ്ടല്ലോ, ഇപ്പോൾ എന്തായി? ഹജം എന്നായി. വിട്ടുപോയ ഹായിനെ നാം ചേർത്ത് കൊടുത്തു. ഇനി മൂന്നാമത്തേത് ഏതാണ് ചിത്രം? അതെ, എല്ലാവർക്കും അറിയാം, മദ്റസ. മദ്റസ. അവിടെ ഏത് അക്ഷരമാണ് വിട്ടുപോയത്? മാ അവിടെയുണ്ട്, ദ് അവിടെയുണ്ട്, റാ അവിടെയുണ്ട്, സ അവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഏതാണ് വിട്ടുപോയത്? അത് കൂട്ടി വായിച്ചാൽ മദ്റസ എന്നായില്ലേ? ആയോ? വായിച്ചാട്ടെ മക്കൾ. മദ്റസ. അതിനുശേഷം ഒരക്ഷരമുണ്ടോ? ഉണ്ട്. ഏതാണത്? അതാണ് ആ താ. അതും കൂടെ ചേർന്നെങ്കിലേ മദ്റസ എന്നാവുകയുള്ളൂ. അല്ലെങ്കിൽ മദ്റസ എന്നായി പോകും. മദ്റസ. അപ്പോൾ നമുക്കത് ആ തായിനെ ചേർത്ത് കൊടുക്കാം. അവിടെയുള്ളത് ആദ്യമായി എഴുതുന്നു. മദ്റസ എന്നായി. ഇനി ആ തായിനെ ചേർക്കുന്നു ഇതുപോലെ. ഇപ്പോൾ എന്ത് വായിക്കും? മദ്റസ. മനസ്സിലായല്ലോ? മനസ്സിലായി എല്ലാവർക്കും. അടുത്ത ചിത്രം എന്താണ്? സൂര്യൻ എന്നല്ല, അറബിയിൽ എന്ത് പറയും? ഷംസ്. ഷംസ്. അതിൽ ആദ്യത്തെ അക്ഷരം അവിടെയില്ല. രണ്ടും മൂന്നും അക്ഷരങ്ങളുണ്ട്. അത് നമുക്ക് എഴുതി നോക്കാം. മീം, മീമിന് സുക്കൂൻ, സീൻ. അതിനു മുമ്പ് ഷ എന്ന് ചേർക്കണം. അത് മുകളിലുണ്ടല്ലോ? ഉണ്ട്. എന്നാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ എന്തായി? ഷംസ്. ഷംസ്. ഷ എന്ന് നാം ചേർത്ത് കൊടുത്തു. അടുത്ത ചിത്രം സിറാജ്. സിറാജ്. എന്താണ് പുസ്തകത്തിൽ ഉള്ളത്? അത് സിറാജ്. നമുക്ക് ആദ്യം എഴുതാം. അലിഫ് വിട്ടത്. എന്ത് വായിക്കും ഇത്? സിറാജ്. 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 സിറാജ് എന്നേ ആയിട്ടുള്ളൂ. ഇനി അത് നമുക്ക് എന്താക്കണം? സിറാജാവും. സിറാജ് എന്നാക്കണം. നാം നേരത്തെ പഠിച്ചില്ലേ? ഫത്ഹയെ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുക്കണം. ഇപ്പോൾ എന്തായി? സിറാജ്. സിറാജ്. ചേർത്ത് കൊടുക്കാനുള്ള അലിഫ് മുകളിലുണ്ട്. സിറാജ്. അടുത്ത ചിത്രം എന്താണ് പുസ്തകത്തിൽ ഉള്ളത് എന്ന് നമുക്ക് എഴുതാം. ദുലാബ്. സരീർ. എന്ത് വായിക്കും? സരീർ. നാം നേരത്തെ പഠിച്ചത് കട്ടിലിന്റെ പേരെന്താണ് അറബിയിൽ? സരീർ. അപ്പോൾ ഇത് രീ എന്നത് നമുക്ക് എന്താക്കണം? രീ എന്നാക്കണം. അതിനെന്ത് ചെയ്യും? കസ്റയെ നീട്ടാൻ ശേഷം നല്ലൊരു യാഇനെ ചേർത്തു കൊടുക്കണം. കസ്റയെ നീട്ടാൻ ശേഷം യാഇനെ ചേർത്ത് കൊടുക്കണം. യാ മുകളിലില്ലേ? ഉണ്ടോ? ഉണ്ട്. സരീർ. ഇനി അടുത്തത് ഏതാണ്? ദൂലാബ്. പുസ്തകത്തിൽ എന്തുണ്ട്? ദൂ എന്നുണ്ട്. വാക്കൂട്ടണം. അപ്പൊ ദുലാബ്. പിന്നെ? ദുലാബ്. ദുലാബ് ആയി. ലാ എന്നുമുണ്ട്. ബാഉമുണ്ട്. എന്ത് വായിക്കും? ദുലാബ്. എന്താ വായിക്കുക? ദുലാബ്. ഈ ദൂ എന്നത് നമുക്ക് എന്താക്കി മാറ്റണം? വാക്കൂട്ടിയങ്ങ് ദൂ ദുലാബ് ആയി. എന്നാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യും? നാം ഇപ്പോൾ പാടിയില്ലേ? ലമ്മയെ നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്തു കൊടുക്കണം. ദാല എഴുതി ലമ്മ കൊടുത്തു. ലമ്മയെ നീട്ടാൻ ശേഷം വാവിനെ ചേർത്ത് കൊടുത്തു. ദൂലാബ്. എന്ത് വായിക്കും? ദുലാബ്. ദൂലാബ്. അത് കഴിഞ്ഞല്ലോ. ഇനി ദുലാബ്. അടുത്ത പേജിൽ വേറെ കുറെ ചിത്രങ്ങൾ കണ്ടല്ലോ മക്കൾ. കണ്ടില്ലേ? അതെ. ഒന്നാമത്തെ ചിത്രം എന്താണ്? ബദർ. ബദർ. അതിന്റെ നേരെ ബദർ എന്നാണോ ഉള്ളത്? അല്ല. പിന്നെ എന്താണ്? നബത്ത് എന്നാണുള്ളത്. എന്നാൽ അതിന് താഴെ നോക്കിയാൽ ബദർ എന്ന് കാണും. കണ്ടോ മക്കൾ? നോക്കിയാട്ടെ. അതെ അതെ അതെ, കണ്ടു. അപ്പോൾ എന്ത് വേണം എന്റെ മുല്ലപ്പൂ മക്കൾ? ബദറിനു നേരെയുള്ള ഈ കോളത്തിൽ മക്കൾ ഭംഗിയായി ബദർ എന്ന് എഴുതി കൊടുക്കണം. മനസ്സിലായില്ലേ? ബദർ. അടുത്തത് ഷംസാണ്. ഇവിടെ എവിടെയോ ഷംസ് എഴുതിയിട്ടുണ്ട്. ആ ഷംസ് അതുപോലെ ഭംഗിയായി ഇവിടെ എഴുതി കൊടുക്കണം. പിന്നീട് നബത്ത് എഴുതണം, വർദ് എഴുതണം, സക്കൻ വീട്, പിന്നീട് മർക്കബ് എഴുതണം, ജബൽ എഴുതണം. എല്ലാം ഈ കോളത്തിലുണ്ട്. ഓരോ ചിത്രത്തിന്റെ നേരെയും യോജിച്ച പേരുകൾ മുല്ലപ്പൂമക്കൾ ഭംഗിയായി ഈ കോളത്തിൽ എഴുതി ചേർക്കണം. എന്നിട്ട് അത് ഉസ്താദിന് അയച്ചു കൊടുക്കണം. ഇനി അവസാനമായി നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ അവസാനത്തെ പേജിൽ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾക്ക് താഴെയൊക്കെ
എന്റെ മുല്ലപ്പൂ മക്കൾക്ക് എഴുതാൻ വേണ്ടി കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. മുകളിലുള്ളത് നോക്കി താഴെ ഭംഗിയാക്കി എഴുതണം. സാജിദുൻ, സബീലുൻ, ജുനൂദുൻ, കാമിലുൻ, കലീമുൻ, റസൂലുൻ, ഇങ്ങനെ കുറേ വാക്കുകൾ എല്ലാം ഭംഗിയാക്കി എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കണം. നാം ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ മക്കൾക്കറിയാമല്ലോ. അലിഫ് പഠിച്ചു, അലിഫ് ബ ത എഴുതേണ്ട രൂപവും പഠിച്ചു. അലിഫ് പിന്നീട് ബാ, എഴുതേണ്ട രൂപം ആദ്യത്തിൽ വന്നാൽ, നടുവിൽ വന്നാൽ, അവസാനത്തിൽ വന്നാൽ, 3 രൂപത്തിലും എഴുതേണ്ടത് ഇങ്ങനെയാണ്. പിന്നീട് ജീമ്, ഹാ, ജീമ് പഠിച്ചു. ജിമ്മ് പഠിച്ചിന്. അത് കഴിഞ്ഞ് 2 ജിമ്മ് ഹാവ് സ്വാ ആദ്യത്തിൽ വന്നാൽ, നടുവിൽ വന്നാൽ, അവസാനത്തിൽ വന്നാൽ ജീം എഴുതേണ്ട രൂപം. പിന്നീട് ദാൽ, ഇങ്ങനെയാണ് തനിച്ച് എഴുതേണ്ടത്. ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, ദ ദ. പിന്നീട് നാം പഠിച്ചത് റാ. ഇതുപോലെയാണ് റാ എഴുതേണ്ടത്. റായിനെ ചേർത്ത് എഴുതാത്തത് കൊണ്ട് ഈ ഒരു രൂപമേ ഉള്ളൂ. തനിച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും. മറ്റൊരക്ഷരത്തിന് ശേഷം വന്നാൽ ഇങ്ങനെ എഴുതും. പിന്നീട് നാം പഠിച്ചു സീൻ. സീൻ എഴുതേണ്ട രൂപം ആദ്യത്തിൽ വന്നാൽ ഇങ്ങനെ എഴുതും, നടുവിൽ വന്നാൽ ഇങ്ങനെ എഴുതും, അവസാനത്തിൽ വന്നാൽ ഇങ്ങനെ എഴുതും. ആദ്യത്തിൽ, നടുവിൽ, അവസാനത്തിൽ സീൻ എഴുതേണ്ട രൂപം. പിന്നീട് കാഫാണ് നാം പഠിച്ചത്. ഇങ്ങനെയാണ് കാഫ് എഴുതുക. ആദ്യത്തിൽ, നടുവിൽ, അവസാനത്തിൽ. തനിച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും. പിന്നീട് ലാമാണ് നാം പഠിച്ചത്, അല്ലേ? അതെ, ലാം തനിച്ച് എഴുതുമ്പോൾ അങ്ങനെ എഴുതും. ചേർത്താണെങ്കിൽ ഇങ്ങനെ എഴുതും. ആദ്യത്തിൽ, നടുവിൽ, അവസാനത്തിൽ എഴുതേണ്ട രൂപം. പിന്നീട് മീം പഠിച്ചു. മീം ആദ്യത്തിൽ, നടുവിൽ, അവസാനത്തിൽ. തനിച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. പിന്നെ പഠിച്ചത് നൂനാണ്. നൂൻ തനിച്ച് ഇങ്ങനെ എഴുതും, ഒറ്റ നൂനിനെ. ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ആദ്യത്തെ നൂൻ, നടുവിലെ നൂൻ, അവസാനത്തെ നൂൻ. 3 രൂപത്തിൽ എഴുതൽ ഇങ്ങനെയാണ്. പിന്നീട് വാവ്. വാവിന് ഒരു രൂപമേ ഉള്ളൂ. മറ്റൊരക്ഷരത്തിനോട് ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ എഴുതും എന്ന് മാത്രം. ഇതാണ് വാവ് എഴുതേണ്ട രൂപം. നേരത്തെ നാം വാവ് പഠിച്ചപ്പോൾ പാടിയിട്ടുണ്ട്.
തൊപ്പിയിട്ട വാജിദൊരു വട്ടം വരച്ചു. വട്ടം ഓർമ്മയില്ലേ വരച്ചു മക്കൾക്ക്? വാജിദ്. ഉണ്ട്. അടുത്ത അക്ഷരം ഹ. ഇങ്ങനെയാണ് ഹ എഴുതേണ്ടത്, തനിച്ച ഹ. ഇനി തുടക്കത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതും, നടുവിലാണെങ്കിൽ ഇങ്ങനെ എഴുതും, അവസാനത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതും. ഇതും നാം പഠിച്ചു. തുടക്കത്തിൽ, നടുവിൽ, അവസാനത്തിൽ എഴുതേണ്ട രൂപം. അവസാനമായി യാ എന്ന അക്ഷരം. ഇതാണ് യാ എന്ന അക്ഷരം. തനിച്ചെഴുതുമ്പോൾ, ചേർത്ത് എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക. ആദ്യത്തിൽ, നടുവിൽ, അവസാനത്തിൽ ഇങ്ങനെ എഴുതും. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും തനിച്ചെഴുതേണ്ടതും ആദ്യത്തിൽ എഴുതേണ്ടതും നടുവിൽ എഴുതേണ്ടതും അവസാനത്തിൽ എഴുതേണ്ടതും ഒക്കെ നാം പഠിച്ചു. ഇതുപോലെ ഭംഗിയായി എപ്പോഴും മക്കൾ എഴുതണം. എൻ്റെ മുല്ലപ്പൂ മക്കളെ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല മക്കളാക്കി തീർക്കട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وبالهادي رسول